പ്രസിദ്ധമായ കൊല്ലം പൂരം നാളെ നടക്കും. ആരവങ്ങളോടെയും ആർപ്പ് വിളികളോടെയും ആശ്രാമം മൈതാനി ആൾക്കടലാകും. 11 ഗജവീരന്മാർ വീതമാണ് ഇത്തവണ കുടമാറ്റത്തിൽ അണിനിരക്കുക. പൂരത്തിന്റെ ഒരുക്കങ്ങൾ ഓരോയിടത്തും പൂർത്തിയാവുകയാണ്. മേളപ്പെരുമയോടെയും വർണ്ണപ്പകിട്ടോടെയും വീണ്ടും ഒരു പൂരക്കാലം. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും വലിയ പൂരമായ കൊല്ലം പൂരത്തിനായി നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായാണ് പൂരം നടക്കുന്നത്. 14 ചെറുപൂരങ്ങളും 2 ക്ഷേത്രങ്ങൾ തമ്മിലുള്ള കുടമാറ്റവും പൂരനഗരിയെ ആവേശത്തിലാഴ്ത്തും. വിഷുദിനമായ ഇന്ന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിരവധി ഭക്തജനങ്ങളാണ് എത്തുക. വിഷുക്കണിയും വിഷുസദ്യയും പള്ളിവേട്ടയും ഒക്കെ കഴിഞ്ഞ് നാളെ പൂരം തുടങ്ങും. പൂരത്തിന് വേണ്ട എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. പൂരത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം എല്ലാ കുടകളൊക്കെ റെഡിയായിട്ടുണ്ട്. നാളെ രാവിലെ 14 അമ്പലങ്ങളിലുള്ള ചെറുപൂരങ്ങൾ അവിടുന്ന് ഒരു 10 മണിക്ക് മുമ്പായിട്ട് അമ്പലത്തിൽ വരികയും അതിനുശേഷം ആനയൂട്ടിന് ശേഷം അമ്പലത്തിൽ തിരുമുമ്പിലായിട്ട് പൂരം നടക്കുകയും വൈകുന്നേരം 5 മണിക്ക് ശേഷം ആശ്രാമം മൈതാനത്താണ് പൂരം നടക്കുന്നത്. അപ്പം വിഷുദിനമായ ഇന്ന് മുതലാണ് ഇവിടെ തിരക്ക് വരുന്നത്. തിരക്ക് രാവിലെ വിഷുക്കണിയുണ്ട്. വിഷുക്കണി മുതൽ ഇവിടെ ഏകദേശം ഉച്ച 1 മണി വരെ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി ഭക്തജനങ്ങൾ തിരക്കായിരിക്കും. അപ്പം നാളെയാണ് പ്രധാനമായ പൂരം. അപ്പോൾ രാവിലെ 10 മണിക്ക് തന്നെ ചെറുപൂരങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നതാണ്. 14 ക്ഷേത്രങ്ങളുടെ ചെറുപൂരമാണ് എത്തിച്ചേരുന്നത്. അത് കഴിഞ്ഞ അവിടെ തന്നെ ആനനീരാട്ടുണ്ട്. ആനനീരാട്ട് കഴിഞ്ഞാൽ ആനയൂട്ട് കഴിഞ്ഞ് വൈകുന്നേരം ഇവിടെ തിരുമുമ്പിൽ മേളമുണ്ട്. മേളം കഴിഞ്ഞാൽ താമരക്കുളം ഗണപതിയുടെയും പുതിയകാവ് ഭഗവതിയുടെയും എഴുന്നള്ളിപ്പാണ്. എഴുന്നള്ളിപ്പ് ഇവിടെ വന്നുമ്പോൾ തിരുമുമ്പിൽ പൂരമാണ്. തിരുമുമ്പിൽ കുടമാറ്റവും തിരുമുമ്പിൽ പൂരമുണ്ട്. മുൻ വർഷങ്ങളിൽ വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇവിടെയും അമ്പലമുറ്റത്തും അതേപോലെ പൂര ഗ്രൗണ്ടിലും, അതായത് ആശ്രാമ മൈതാനത്തും ഇവരെ നിയന്ത്രിക്കാൻ ഏകദേശം 400-ൽ പരം പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിച്ചു കഴിഞ്ഞു. അതുപോലെ ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റും, ഫയർഫോഴ്സ് ആയാലും റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആയാലും എല്ലാം സജ്ജമാണ്. 4.5 പതിറ്റാണ്ടുകളിലധികമായി പൂരം തുടങ്ങിയിട്ട് പഴയതിനേക്കാൾ മികച്ച രീതിയിലാണ് ഇത്തവണത്തെ പൂരമെന്ന് മുതിർന്നവരും പറയുന്നു. പഴയ പൂരത്തിനേക്കാളും കുറച്ചുകൂടെ വിപുലീകരിച്ച് വന്നിരിക്കുകയാണ്. പിന്നെ പുതുകാവും പിന്നെ താമരക്കുളം ഗണപതി അമ്പലവും അതാണ് രണ്ടുപേരുള്ള മഹാമഹം പങ്കെടുക്കുന്നത്. ഇപ്പോഴത്തെ അതിൻ്റെ പണികളെല്ലാം പൂർത്തിയായി. കുടയുടെ പണിയൊക്കെ തീർന്നു. മേളക്കാരെല്ലാം കുറച്ചേ വന്നു തുടങ്ങി. എല്ലാവരും പഴയ പൂരത്തിനെക്കാട്ടിലും കുറച്ചുകൂടി വിപുലീകരിച്ച് വന്നിരിക്കും. അന്നത്തെ പൂരം അന്ന് ആളുകളെല്ലാം കണ്ടമാനം ആൾക്കാർ വരുമായിരുന്നു. ജനങ്ങളെല്ലാം കണ്ടമാനം വരുമായിരുന്നു. തുടങ്ങുന്ന സമയത്ത് ആനകൾ അന്ന് കൂടുതലുണ്ടായിരുന്നു. ഇപ്പോൾ ആന കുറവാണ്. വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് രാവിലെ മുതൽ ചെറുപൂരങ്ങൾ ആരംഭിക്കും. വൈകിട്ടോടെ ആശ്രാമ മൈതാനി ജനസാഗരമാകും. കുടമാറ്റത്തിൽ മുഖാമുഖം നിൽക്കുന്ന പുതിയകാവ് ഭഗവതി ക്ഷേത്രവും താമരക്കുളം ഗണപതി ക്ഷേത്രവും വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തുന്നത്. കുടകളും തട്ടുകുടകളും നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളുമൊക്കെ വിസ്മയിപ്പിക്കുന്നതാണ്. ഇതുകൂടാതെ ഇരുവിഭാഗത്തിന്റെയും സസ്പെൻസുകളുമുണ്ട്. മേളപ്രമാണിമാരുടെ നേതൃത്വത്തിൽ 200 കലാകാരന്മാർ ചേർന്ന് ക്ഷേത്രത്തിനു മുന്നിൽ ആൽത്തറമേളം നടത്തും. പൂരത്തിന് 27 ആനകളെത്തുമെങ്കിലും ആശ്രാമ മൈതാനത്ത് നടക്കുന്ന കുടമാറ്റത്തിൽ 11 ഗജവീരന്മാർ വീതമാണ് പങ്കെടുക്കുക. കൊമ്പൻ തൃക്കടവൂർ ശിവരാജുവാണ് ആശ്രാമം ക്ഷേത്രത്തിലെ തിടമ്പേറ്റുക. പൂരാവേശത്തിന്റെ ഭാഗമാകാനുള്ള കാത്തിരിപ്പിലാണ് ഈ നാടും നഗരവും. ജനം, കൊല്ലം.